കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മാത്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഏത് ക്വസ്റ്റ്യൻ ഇട്ടാലും കാണാപ്പാടം പോലെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. ദിവസവും ഡെയിലി ഇരുന്ന് ഇവിടുത്തെ മിസ്സുമാർ വിളിച്ച് പഠിക്കാൻ തുടങ്ങി, അതിനനുസരിച്ചുള്ള റിസൾട്ട് കാണാൻ തുടങ്ങി. അപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായി ആക്കിയതിൽ ഒരു കാര്യമുണ്ട്, റിസൾട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ ഇവക്ക് പറ്റാഞ്ഞിട്ടല്ല ഇവള് ചെയ്യാഞ്ഞിട്ടാണ്. അതെനിക്ക് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു ഇതേപോലെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും പറ്റും. സാധാരണ എല്ലാ ട്യൂഷൻ ക്ലാസ്സിലും ചെല്ലുമ്പോൾ നിങ്ങിരുന്ന് പഠിച്ചോ സാധാരണ പോലെ, അപ്പം നമ്മ ഇരുന്ന് പഠിക്കുന്നുണ്ടോ അവരുടെ കാര്യമല്ല, നമ്മ ഫീസ് കൊടുക്കുന്നത് മാത്രം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ആ സീരിയസ്നെസ്സോടെ പഠിപ്പിക്കും. ഞാൻ ഭയങ്കര പുറകോട്ടായിരുന്നു മാർക്കിൽ, പക്ഷെ നല്ലോണം ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. ഇപ്പോൾ മാത്സിനൊക്കെ എനിക്ക് പ്ലസിലോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ പഠിക്കേണ്ടതെന്ന് എനിക്ക് ആ സമയത്ത് അറിയാൻ പാടില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് പഠിക്കേണ്ട രീതി എനിക്ക് മനസ്സിലായി. ആ രീതി ഫോളോ ചെയ്ത് എനിക്ക് നല്ലോണം പഠിക്കാൻ പറ്റി. എല്ലാത്തിനും നല്ല മാർക്കും കിട്ടാൻ തുടങ്ങി. ഓൺ എക്സാമിന് മാത്സിനെന്ന് പറഞ്ഞാൽ 35 ഒരു റേഞ്ചിലായിരുന്നു എൻ്റെ മാർക്ക് കിട്ടണം. പക്ഷേ എല്ലാവർക്കും നല്ല മാർക്കുണ്ട്, 60 അങ്ങനെയൊക്കെ മാർക്ക് കിട്ടണം. പക്ഷേ എനിക്ക് മാത്രം കിട്ടാത്ത എന്താണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ വിന്യാസി വന്ന് മാത്സ് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് ഇപ്പോൾ ആ ക്രിസ്മസിന് മോഡലായിട്ട് A+ കിട്ടി. ഇവിടെ വരുന്നതിന് മുമ്പ് ആകെ കിട്ടിയ 2A+ എങ്ങാണ്ടായിരുന്നു. ഇപ്പോൾ ഈ മോഡലും പ്രീ മോഡലും എഴുതിയതിന് 6A+, 7A+ കിട്ടി. 8-9 ഞാൻ സ്റ്റേറ്റിലോട്ട് മാറി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ 10 എത്തിയിട്ട് ഞാൻ ഇവിടെ കയറി അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റി. പിന്നെ നല്ല രീതിയിൽ A+ ഒക്കെ ഇട്ട് തുടങ്ങി. വീട്ടുകാർക്ക് എനിക്ക് സന്തോഷം. പിന്നെ എൻ്റെ പാരൻസിനോട് അയച്ചേക്കണത് ഒരു അർത്ഥം ഉണ്ടായത് ഞാൻ പഠിച്ചു. പൊതുവെ നേരത്തെ ഉണ്ടായിരുന്ന മാർക്കുകളിലും നല്ലോണം ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ക്രാഷ് കോഴ്സിലൂടെ ഉള്ളതാണ്. അപ്പോഴത്തേക്കും മാത്സ് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. നല്ല മടിയുണ്ടായിരുന്നു എനിക്ക്, പക്ഷെ മാർക്ക് കുഴപ്പമില്ലാതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 9th ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം ഇടയിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച്